അപ്പോൾ ഇന്ന് നമ്മളെ സൈറ്റ് വരുന്നത് റാബക്കിലാട്ടോ. ഈ ഒന്നിന്റെ മോഡലുള്ള ഈ ബിൽഡിംഗ് കാണുമ്പോഴാണ് നമ്മൾ റോഡിൽ എച്ചിറ്റ് അടിക്കൽ. ഇതാണ് നമ്മളെ ലാൻഡ് മാർക്ക്. റോഡിലെ ഈ എച്ചിറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറേ മുന്നേക്ക് പോകണം നമുക്ക് അടുത്ത എച്ചിറ്റ് കിട്ടാൻ. നമ്മൾ അവിടുന്ന് കറക്റ്റ് 1 മണിക്കൂർ യാത്രയാണ് കേട്ടോ അങ്ങോട്ടുള്ളത്. റാബക്ക് എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിലെ ഈ എണ്ണ കുഴിച്ചെടുക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ കൂടുതലായിട്ടുള്ളത്. അവിടുന്ന് കണ്ടില്ല ഓരോ കോയലിന് പുക ഇങ്ങനെ പൊന്തണ്. അവിടെയാണ് ഈ എണ്ണ കുഴിച്ചെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് പണി എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സൈറ്റിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളെ രാജുഭായി അല്ല രാജൻ ഭായി. ഓനാണ് നമ്മളെ ഈ സൈറ്റിൽ മുതിർ കേട്ടോ. ഓൻ പറഞ്ഞ് ഇവിടുത്തെ കുറച്ച് ലൈറ്റ് ഒക്കെ കേടം നിൽക്കണെന്ന് പറഞ്ഞു. എന്നാൽ ആ ലൈറ്റ് ഒക്കെ ഓണാക്കിക്കാം, ഏതൊക്കെ കംപ്ലൈന്റ് ഞങ്ങളൊന്ന് നോക്കട്ടെ. അങ്ങനെ കംപ്ലൈന്റ് ആയ ലൈറ്റ് ഒക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് കയറുമ്പോഴുള്ള എൻട്രി ബോർഡിന്റെ ആരോ മാർക്ക് ഒന്ന് ശരിയാക്കണം. കുറെ നേരമായി ആ ജനലിന്റെ അപ്പുറത്തുനിന്ന് ഒരാൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കണം. നല്ലപോലെ നോക്കിയപ്പോഴാണ് ഇതിന്റെ സംഭവം എന്നുള്ളതെന്ന് മനസ്സിലായത്. അങ്ങനെ നമ്മളെ എൻട്രി ബോർഡിന്റെ ആരോ മാർക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് മെയിനായിട്ട് ഈ കറന്റ് കളിക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷേങ്കിൽ ഇതിൽ വരുന്നതൊക്കെ DC കറന്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അങ്ങനെ അടിയിലുള്ളൊക്കെ സെറ്റാക്കി ഇനി നമ്മളെ കമ്പനിയുടെ ലോഗോ കൂടി മാറ്റണം. ഇതൊക്കെ സിമ്പിൾ പണിയല്ല. നമ്മളെ കൂടെ പുതിയൊരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. റാഫി എന്നാട്ടോ അവന്റെ പേര്. ഓന് നമ്മളെ കമ്പനിയിൽ ഈ മെഷീന്റെ ഒക്കെ മെക്കാനിക് ആയിട്ടാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ പണി ബാക്കിയുള്ള ലൈറ്റ് മാറ്റുക എന്നുള്ളതാണ്. നമ്മളെ തൻവീർ ആണ് ഇവിടുത്തെ മെയിൻ കാർബായി. തൻവീറിനെ തെറി പറഞ്ഞതല്ല, കാർബായി എന്ന് പറഞ്ഞ ഇലക്ട്രീഷ്യൻ നാട്ടോ. നമ്മൾ കൊറിയാത്തുനിന്ന് വരുമ്പോൾ കുറച്ച് ഫ്ലവർ ഒക്കെ കൊടുത്തിരുന്നല്ലോ, അതിൽ കുറച്ച് ഇവിടെയാണ് സെറ്റ്. നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 6 മണിയായി ഏകദേശം. ആ കാണുന്നൊക്കെ പെട്രോറാബിക്കിന്റെ ഏരിയ കേട്ടോ. രാത്രി പോകുമ്പോൾ കാണാം അതിനുള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ തീ ഇങ്ങനെ പോകും. ഇനി ഒരു 140 സ്പീഡിൽ നമുക്ക് വണ്ടി പറപ്പിക്കണം കേട്ടോ. നേരെ റൂമിലെത്തി ഒന്ന് സമാധാനത്തിൽ ഇരിക്കാന്ന് വെച്ചപ്പോൾ നിസ്ഫലിന്റെ തള്ളു തുടങ്ങിയിരുന്നു. കാരണം ഓ ഒന്ന് വേറെ സൈറ്റിൽ നിന്ന് നമ്മളെ കൂടുതലല്ല ഇന്ന്. ഓന്റെ പരിപാടി എന്താണെന്ന് നമ്മളിന്ന് കാണാത്തോണ്ട് ഓൻ അപാര തള്ളില്ല. ഞാൻ അങ്ങനെ ചെയ്ത്, ഞാൻ ഇങ്ങനെ ചെയ്ത്, ഞാൻ ഷാറൂഖ് ഖാനെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വമ്പൻ തള്ളിലാട്ടോ. അങ്ങനെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ രുചി ഹോട്ടലിൽ വിട്ടു. നമ്മളെ റൂമിന്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് ഈ രുചി ഹോട്ടൽ വരുന്നത്. ഓരോ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. രായാച്ചെന്ത് തേങ്ങാച്ചോറ് ചിക്കൻ സ്പെഷ്യൽ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നും ഈ ചിക്കനും ബീഫും ആക്കണ്ടല്ലോ. ഇവരെടുത്ത് നല്ല പൊറാട്ടയും വെജ് കുറുമിയുണ്ട്. കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് കഴിഞ്ഞ് കുറച്ചേരൊക്കെ സംസാരിച്ചു കണ്ട് ഒറ്റ കിടത്തം കിടക്കണം. നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് നിസ്ഫൽ അടി ഉണ്ടാക്കുകയാണ്. കാര്യമായിട്ട് അവനക്ക് ഒന്നും അറിയില്ല, എന്നാലും വെറുതെ അങ്ങനെ. എന്നായിക്കോട്ടെ, കൂടുതൽ വിശേഷങ്ങളായിട്ട് പിന്നെ വരണ്ടേ.